ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് സ്കിൻ കെയർ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. നോർമലി നമ്മൾ എല്ലാവരും നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഈവൻ ടോൺ ആക്കാൻ വേണ്ടിയിട്ടും ആ ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയും ഗ്ലോയിങ് ആൻഡ് സപ്പിൾ ആൻഡ് സോഫ്റ്റ് ഒക്കെ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് പല വഴികൾ പരീക്ഷിക്കാറുണ്ടല്ലേ. ചിലർ ക്രീം ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ചിലർ ടോണർ പോലത്തുള്ള കാര്യങ്ങൾ, വൈറ്റമിൻസ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ടോണർ ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഫേഷ്യൽസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കിൻ കെയർ റൂട്ടീനിൽ വളരെ സിമ്പിളായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പാണ് സെറം യൂസ് ചെയ്യാന്നുള്ളത്. നോർമലി എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നല്ലോണം ബ്രൈറ്റൻ ചെയ്യാനും ആ ഒരു ഈവൻ ടോണിലേക്ക് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒരു സെറം ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സെറം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ പിൽഗ്രിമിന്റെ ആൽഫ ആർബിറ്റിൻ കോംപ്ലക്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു സെറാണ് കേട്ടോ. അതിനോടൊപ്പം തന്നെ വൈറ്റമിൻ സിയും ഇതിൽ ഇൻക്ലൂഡ് ആണ്. അപ്പോൾ വൈറ്റമിൻ സി ഫോർ വാട്ട് എന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം നമ്മുടെ സ്കിന്നൊക്കെ ഗ്ലോയിങ് ആക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ഈവൻ ടോൺ നൽകും. നോർമലി ഒട്ടുമിക്ക ആൾക്കാർ അനുഭവിക്കുന്ന ഒരു മെയിൻ പ്രോബ്ലം ആണ് അണീവൻ ആയിട്ടുള്ള സ്കിൻ കോംപ്ലക്സ്. അതായത് ഈ ഒരു ഭാഗത്ത് കുറച്ചൊരു ഡാർക്ക് കളറിലായിരിക്കും, പക്ഷേ ഇവിടെയൊക്കെ നല്ല അത്യാവശ്യം നല്ല വെളുപ്പുണ്ടായിരിക്കും. അതായത് ആ ഒരു ടാനിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ യു വി റേസിന്റെ എഫക്റ്റ് ഒക്കെ കൊണ്ടിട്ടാവാം അങ്ങനത്തെ അണീവൻ ആയിട്ടുള്ള പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ, മെലസ്മ പോലത്തെ സിറ്റുവേഷൻ ഒക്കെ നമ്മുടെ സ്കിന്നിൽ അപ്പിയർ ആവുന്നത്. അപ്പോൾ അതൊക്കെ നല്ലോണം റെഡ്യൂസ് ആക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന നല്ലൊരു സെറാണ് കേട്ടോ പിൽഗ്രിമിന്റെ ഈ ഒരു സെറം. നമ്മുടെ പിൽഗ്രിമിന്റെ ഈ ഒരു സെറത്തിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ആൽഫ ആർബിറ്റിൻ കോംപ്ലക്സ് എന്താ ചെയ്യുന്നത് വെച്ചാൽ മെലാനിൻ പ്രൊഡക്ഷൻ നല്ലോണം റെഡ്യൂസ് ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ വൈറ്റമിൻ സി ഫോർ വാട്ടർ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ലോണം ബ്രൈറ്റൻ ചെയ്യാനും ആ ഒരു ഗ്ലോയിങ് ആയിട്ടുള്ള ടെക്സ്ചർ ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കും. അതിനോടൊപ്പം തന്നെ ഇതിൽ ബ്ലൂബെറി ഇൻക്ലൂഡ് ആണ്. ബ്ലൂബെറി ഫോർ വാട്ടർ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എന്താ പറയുക പ്രീമച്വർ ആയിട്ടുള്ള ഏജിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി, അതായത് കോളജൻ പ്രൊഡക്ഷൻ നല്ലോണം കൂട്ടും, അതായത് സ്റ്റിമുലേറ്റ് ചെയ്യും. കോളജൻ പ്രൊഡക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ബ്ലൂബെറി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ബ്ലൂബെറിയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് നമ്മുടെ സ്കിന്നൊക്കെ എപ്പോഴും നല്ല ആൻറ്റി ഏജിനിങ് അല്ലെങ്കിൽ യൂത്ത്ഫുൾ ആൻഡ് സപ്പിളായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മുടെ സെറം ഇതാണ് കേട്ടോ പിൽഗ്രിമിന്റെ. എൻ്റെ കയ്യിലിരിക്കുന്നത് ചെറിയൊരു ബോട്ടിലാണ്. ഇത് നമുക്ക് ജസ്റ്റ് ട്രയൽ പാക്കായിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള രീതിക്കാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശരിക്കും അമേസിങ് റിസൾട്ട് നൽകുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ കുറച്ച് എമൗണ്ട് മാത്രം ജസ്റ്റ് ഒരു 40 റുപ്പീസ് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ സ്മിറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തതിൻ്റെ ആ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. സോ ആ ഒരു ലിങ്കിൽ കയറി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും കുറേ ഓഫേഴ്സ് ഒക്കെ കിട്ടും കേട്ടോ. ശരിക്കും പിൽഗ്രിമിന്റെ ഈ ഒരു സെറത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രൈറ്റ് ആൻഡ് റേഡിയൻ്റ് ആയിട്ടുള്ള ഒരു സ്കിന്നാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എ പവർഫുൾ സെറം ടു റീക്ലൈം യുവർ കോംപ്ലക്ഷൻ എന്ന് നമുക്ക് ഒറ്റ വേർഡിൽ പറയാൻ പറ്റും. ഇതിൽ അടങ്ങിയിട്ടുള്ള ആൽഫ ആർബിറ്ററിങ് ഫൈറ്റ്സ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ. വൈറ്റമിൻ സി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കോമ്പാക്ട്സ് ഡാമേജ് കോസിങ് ഫ്രീ റാഡിക്കിൾസ്. അതേപോലെ തന്നെ ബ്ലൂബെറി എക്സ്ട്രാക്റ്റ് നമുക്ക് സപ്ലൈ ചെയ്യുന്നത് സ്കിൻ വിത്ത് ലോട്ട് ഓഫ് ന്യൂട്രിയൻസ് ദാറ്റ്സ് കീപ്പ് ഏജിങ് അറ്റ് ബേ, അതായത് ആൻറ്റി ഏജിനിങ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യാൻ സഹായിക്കും ബ്ലൂബെറി. ടോക്സിക് 20 ഫ്രീ എന്ന് വെച്ചാൽ ഒട്ടുമിക്ക നമ്മുടെ ബ്യൂട്ടി പ്രൊഡക്ട്സിലും 20ഓളം ടോക്സിക് കണ്ടൻസ് ഇൻക്ലൂഡ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഈ ഒരു പിൽഗ്രിമിൻ്റെ സെറത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അതേപോലെ തന്നെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആൽഫ ആർബിറ്റിൻ ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് നമുക്ക് ഡിറക്ഷൻ ഫോർ യൂസ് എന്നൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളൊരു 3 to 5 ഡ്രോപ്സ് ആണ് എടുക്കുന്നത്. എന്നിട്ട് ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ നമ്മൾ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ജെൻറ്റിലി നമ്മൾ സ്പ്രെഡ് ഓവർ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മസാജ് ഓവർ ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മുടെ ഫേസിൽ. അപ്പം മെല്ലെ നിങ്ങളൊന്ന് എന്താ പറയുക സ്പ്രെഡ് ഓവർ ചെയ്താൽ മതി, ഒരുപാട് അങ്ങ് റഫായിട്ട് മസാജ് ഓവർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ശരിക്കും പവർഫുൾ ആയിട്ടുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ സെറത്തിൽ അടങ്ങിയിട്ടുള്ളത്. എക്സാക്ട്ലി നമുക്ക് പറയാൻ പറ്റും ഒരു സെറം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ്, അതായത് പവർ ഹൗസ് ഓഫ് ആക്റ്റീവ്, അതായത് അമേസിങ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസിന്റെ പവർ ഹൗസ് ആണെന്ന്. ഈ ഒരു സെറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമേ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ശരിക്കും ഇൻസ്റ്റന്റ് ആയിട്ടുള്ളൊരു കൂളിംഗ് നമുക്ക് അനുഭവപ്പെടും. നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യം അതാണ് കേട്ടോ. ഫ്രാഗ്രൻസ് വൈസിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു ഫ്രാഗ്രൻസ് കിട്ടുന്നുണ്ട് കേട്ടോ. വളരെ ലൈറ്റ് ആയിട്ടുള്ള ലവബിൾ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ അബ്സോർവ് ആകും. ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഇവിടെ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് കാണിക്കാം. ഇൻസ്റ്റന്റ് കൂളിങ്ങും അറ്റ് ദ സെയിം ടൈം നമ്മുടെ സ്കിന്നിൽ ക്വിക്കായിട്ട് അബ്സോർവ് ചെയ്യുന്നുണ്ട്. ആ ഒരു അബ്സോർവിങ് ഫോർമുല എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ഒട്ടും തന്നെ സ്റ്റിക്കി ഫീൽ നമുക്ക് കുറച്ച് എമൗണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ തോന്നില്ല. ഒരുപാട് എമൗണ്ട് നമ്മൾ അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ ഒരു ചെറിയ തോതിൽ ഒരു സ്റ്റിക്കി ഫീൽ ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ.
ദെൻ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സെറം എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ മോർണിംഗും യൂസ് ചെയ്യണം, നൈറ്റും യൂസ് ചെയ്യണം. ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടി ഡെയിലി നമ്മൾ 2 times ആണ് സെറം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ക്ലെൻസ് ചെയ്യുക മുഖം നന്നായിട്ട്, അതിനുശേഷം ടോണർ യൂസ് ചെയ്യുക, ദെൻ നമ്മൾ നമ്മുടെ സെറം യൂസ് ചെയ്യുക. അതിനുശേഷം വേണം നമ്മൾ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ പോലുള്ള കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അതായത് നമ്മുടെ സ്കിൻ കെയർ റൂട്ടീനിൽ എപ്പോഴും 3rd സ്റ്റെപ്പാണ് സെറം എന്ന് പറയുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക. ഈ ഒരു സെറം യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നല്ലോണം ബ്രൈറ്റൻ ചെയ്യും. ആ ഒരു ഈവൻ ടെക്സ്ചറിലേക്ക് അല്ലെങ്കിൽ ഈവൻ ടോണിലേക്ക് നമ്മുടെ സ്കിന്നിനെ ഹോൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് റിഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ മെലസ്മ, ഹൈപ്പർ പിഗ്മെന്റേഷൻ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ നമുക്ക് നന്നായിട്ട് ഓവർകം ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ആക്നി സ്പോട്ട്, ഡാർക്ക് സ്പോട്ട്, ബ്ലെമിഷേഴ്സ്, റിങ്കിൾസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, അതൊക്കെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും. അതായത് ബ്ലൂബെറിയുടെ ആ ഒരു എഫക്റ്റ് കൊണ്ടിട്ട് ആൻറ്റി ഏജിനിങ് ആയിട്ട് കീപ്പ് ചെയ്യും. കോളേജൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു. സോ ആ ഒരു ബെനിഫിറ്റ് കൊണ്ടിട്ട് നമുക്ക് കിട്ടുന്ന കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ എപ്പോഴും യൂത്ത്ഫുൾ ആയിട്ടിരിക്കും. അതായത് പ്രീമച്ചുവർ ഏജിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ പ്രായം മുന്നോട്ട് പോകുന്ന ആ ഒരു രീതിക്കുള്ള ഏജിങ് ആണെങ്കിലൊക്കെ നമുക്ക് നന്നായിട്ട് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു കാര്യത്തിന് 100% റിസൾട്ട് നൽകുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് യൂട്യൂബിലൊക്കെ കണ്ടിട്ട് അതിനുശേഷം മാത്രമാണ് ഞാനിത് വാങ്ങിച്ച് ട്രൈ ചെയ്യാമെന്നുള്ള രീതിക്ക് ട്രൈ ചെയ്ത് നോക്കിയത്. ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ റിസൾട്ട് കിട്ടുള്ളൂ. അതും 2 പ്രാവശ്യം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ ഒരു ബോട്ടിലിന് ml വൈസ് അല്ലെങ്കിൽ എത്രയാണ് നെറ്റ് ml എന്നൊക്കെ നോക്കുകയാണെങ്കിൽ 5 ml മാത്രമേ ഉള്ളൂ കേട്ടോ. 1 year ഷെൽഫ് ലൈഫാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ വളരെ നല്ല അടിപൊളി റിസൾട്ട് നൽകുന്ന ഒരു പ്രൊഡക്റ്റാണ്. പാരബൻസോ സൾഫേറ്റ്സോ ടോക്സിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസോ ഒന്നും തന്നെ ഇൻക്ലൂഡ് അല്ല കേട്ടോ. ആ ഒരു കാര്യം ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. സോ സേഫ് ടു യൂസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഡേ ടൈമിൽ നമ്മൾ ഈ ഒരു സെറം യൂസ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ SPF ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. അതായത് നമ്മുടെ സൺസ്ക്രീൻ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യണം. എപ്പോഴും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ശരിക്കും പ്രൊട്ടക്ഷൻ നൽകുന്ന SPF കണ്ടന്റ് എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ SPF 50 ആണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്യുക. നോർമലി നമുക്ക് സെറൊക്കെ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് നമ്മുടെ സ്കിന്നിൽ അബ്സോർവ് ആവുന്ന ഒരു ടൈം നമുക്കറിയാമല്ലോ. അതിനുശേഷം നമ്മൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇത് എല്ലാ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇന്ന ടൈപ്പ് ഓഫ് ഒന്നും കാറ്റഗറൈസ് ചെയ്തിട്ടില്ല. ഫോർ ഓൾ സ്കിൻ ടൈപ്പാണ്. അതേപോലെ തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ യൂണിസെക്സ് ആയിട്ടുള്ള ഒരു സെറാണ് കേട്ടോ. ഫോർ വിമൻ ഒന്നും അല്ല. ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട. അപ്പോൾ ശരിക്കും നല്ല യൂസ്ഫുൾ ആൻഡ് യങ് ആയിട്ടുള്ള ഒരു സ്കിൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നല്ല ബെസ്റ്റ് ആയിട്ടുള്ള അഫോർഡബിൾ പ്രൈസിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സെറാണ്. ടാറ്റാ.